നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകരാജ്യങ്ങളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചില പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ചിലതൊക്കെ ട്രംപിന് തന്നെ വിനയായി മാറുന്നുമുണ്ട്. ഇപ്പോഴിതാ വീണ്ടും അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ആരെയൊക്കെ പിണക്കാനാണ്, അതുപോലെ ആരെയൊക്കെ ഇണക്കാനാണ് ഈ പ്രഖ്യാപനമെന്ന് ഇനി കണ്ടു തന്നെ അറിയണം. ഇന്ത്യയുമായി അടുത്ത് തന്നെ വലിയൊരു വ്യാപാര കരാർ ഉണ്ടാവുമെന്ന സൂചനയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ പരിപാടിയിൽ സംസാരിക്കവെയാണ് ട്രംപ് ഈ നിർണായക പരാമർശം നടത്തിയത്. കൂടാതെ ചൈനയുമായി വ്യാപാര കരാറിൽ ഒപ്പുവെച്ചുവെന്നും ട്രംപ് പരിപാടിയിൽ സംസാരിക്കവെ വ്യക്തമാക്കി. എല്ലാവരും ഒരു കരാർ ഉണ്ടാക്കാനും അതിൽ പങ്കാളികളാകാനും ആഗ്രഹിക്കുന്നു. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പത്രങ്ങൾ പറഞ്ഞത് ഓർക്കുക. നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇതായിരുന്നു അത്. ശരി, ഞങ്ങൾ ഇന്നലെ ചൈനയുമായി കരാറിൽ ഒപ്പുവെച്ചു. ഞങ്ങൾക്ക് ചില മികച്ച കരാറുകൾ ഇപ്പോൾ തന്നെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും ഒരു കരാർ വരാനിരിക്കുന്നു. ഒരുപക്ഷെ ഇന്ത്യയുമായിട്ടായിരിക്കും അത്. വളരെ വലുത് തന്നെയായിരിക്കും അത്. നമ്മൾ ഇന്ത്യയെ കൃത്യമായി പ്രയോജനപ്പെടുത്താൻ തുടങ്ങുന്ന അതേ സമയത്ത് ചൈനയുമായുള്ള കരാറിലൂടെ നമ്മൾ ചൈനയിലെ സാധ്യതകൾ കൂടി തുറക്കാൻ തുടങ്ങുകയാണെന്ന് ട്രംപ് കൂട്ടിച്ചേർത്തു. എങ്കിലും മറ്റെല്ലാ രാജ്യങ്ങളുമായി സമാനമായ കരാറുകൾ ഉണ്ടാകില്ലെന്ന് ട്രംപ് തറപ്പിച്ചു പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായും ഇടപാടുകൾ നടത്താൻ പോകുന്നില്ല. ചിലർക്ക് ഞങ്ങൾ ഒരു കത്തയക്കും നന്ദി അറിയിച്ചുകൊണ്ട്. നിങ്ങൾ 25, 35, 45% നൽകണം. അത് ചെയ്യാനുള്ള എളുപ്പ വഴി അതാണ്. എന്റെ ആളുകൾ അത് അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അവർ അതിൽ ചിലത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഇടപാടുകൾ നടത്താൻ അവർ ആഗ്രഹിക്കുന്നുവെന്ന് ട്രംപ് പറയുന്നു. പക്ഷെ നമുക്ക് ചില മികച്ച കരാറുകൾ ഉണ്ട്. ഒന്ന് വരാനിരിക്കുന്നു, ഒരുപക്ഷെ ഇന്ത്യയുമായി. അത് വളരെ വലുതാണ്. നമ്മൾ ഇന്ത്യയിലെ സാധ്യതകൾ തുറന്നു കൊടുക്കാൻ പോകുന്നിടത്ത് ചൈനയുമായുള്ള കരാറിൽ നമ്മൾ ചൈനയെ തുറക്കാൻ തുടങ്ങുകയാണ്. ഇതൊക്കെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാ രാജ്യങ്ങളുമായുള്ള ബന്ധം വളരെ മികച്ചതാണെന്ന് US പ്രസിഡന്റ് പറയുന്നു. അതിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വ്യാപാര കരാർ ഉടൻ അന്തിമമാക്കാൻ കഴിയുമെന്നും ഇരു രാജ്യങ്ങളും അവരുടെ താൽപര്യങ്ങൾക്ക് അനുയോജ്യമായ പൊതുവായ നിലപാട് കണ്ടെത്തുമെന്നും US ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൽ സംസാരിക്കവേ US വാണിജ്യ സെക്രട്ടറി ഹൊറാഡ് ലുട്നിക് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കൂടാതെ ഇന്ത്യയും USഉം ഇരു സാമ്പത്തിക വ്യവസ്ഥകളും ഗുണം ചെയ്യുന്ന നീതിയുക്തവും കൃത്യവുമായ ഒരു വ്യാപാര കരാറിനെ കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്ന് ഈ മാസം ആദ്യം കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും പറഞ്ഞിരുന്നു. എന്നാൽ കരാറിനെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇരു വിഭാഗവും പങ്കുവച്ചിട്ടില്ല. USഉം ഇന്ത്യയും വളരെ അടുത്ത സുഹൃത്തുക്കളും സഖ്യകക്ഷികളും തന്ത്രപരമായ പങ്കാളികളുമാണെന്ന് എടുത്തു പറഞ്ഞ പീയൂഷ് ഗോയൽ ഈ വ്യാപാര കരാർ ഉഭയകക്ഷി വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള അവസരമാണെന്നും എടുത്തു പറഞ്ഞിരുന്നു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.